രാത്രി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ പോകുന്നത് സ്കൂളിലോട്ടാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കും, പകലല്ലേ സ്കൂൾ ടൈം, എന്താ ഇപ്പോൾ എന്ന്. നമ്മളുടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് രാവിലെ 6:45 തൊട്ട് ഉച്ചയ്ക്ക് 12:45 വരെയാണ്. അതായത് 6 മണിക്കൂറാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാം. പക്ഷേ അത് കഴിഞ്ഞ് എപ്പോൾ ഇവർ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ വന്ന് വർക്ക് ചെയ്യണം. ഇന്നത്തെ ജോലി എന്ന് പറയുന്നത് ഇവിടെ ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ചിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ് കേട്ടോ. അതുണ്ടാക്കാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ രാത്രിയാണ് വന്നത്. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് സുഖമാണ്, 6 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കാമല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. അങ്ങനെയല്ല കേട്ടോ. എന്ത് സമയം കഴിഞ്ഞാലും എന്ത് ജോലി ചെയ്യാനും വിളിച്ചാലും നമ്മൾ വന്ന് ജോലി ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് ഓവർ ടൈമിലാണ് നമ്മൾ എഴുതാറുള്ളത്. ഓരോ സ്കൂളിലും ഓരോ ഓരോ രീതിയിലാണ് ഓവർ ടൈം അലവൻസ് കൊടുക്കുന്നത് കേട്ടോ. ചില സ്കൂളിൽ കുറച്ച് കുറവായിരിക്കും, ചില സ്കൂളിൽ അത്യാവശ്യം നന്നായിട്ട് ഓവർ ടൈം ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്ന് കാര്യമായിട്ട് പൂവൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കാൻ നമുക്കൊന്നും അറിയില്ല, പക്ഷെ നമ്മളെല്ലാം പഠിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എല്ലാ അൽക്കുലത്തെ പണികളും നമ്മൾ പഠിച്ചിരിക്കും കേട്ടോ. ഇവിടെ മെയിൻ പരിപാടി ഈ ഡെക്കറേഷൻ തന്നെയാണ്. ഭയങ്കര ക്രിയേറ്റീവാണ് ഇവിടുത്തെയുള്ള കുട്ടികളായാലും വലിയവരായാലും ഇങ്ങനെയുള്ള ഡെക്കറേഷൻ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഈ മുല്ലപ്പൂവും കൂടി ഏറ്റെടുക്കും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ നമ്മൾക്കും കുറച്ചൊക്കെ പഠിച്ചെടുക്കും കേട്ടോ. ഇതിൻ്റെ ഒന്ന് A to Z അറിയാത്ത ഞാനാണ് ഇന്ന് ഇവിടെ ഇരുന്നിട്ട് പൂവൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം 2-3 പെർഫെക്റ്റ് ആവുന്നാവില്ല, പിന്നെ ഉണ്ടാക്കി നമ്മൾ പെർഫെക്റ്റ് ആവും. അങ്ങനെ നമ്മൾ പല സൈസിലുള്ള പല കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ വന്ന് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കും. പിന്നെ ചില ദിവസങ്ങളിൽ കട്ടിങ് ആയിരിക്കും. അങ്ങനെയുള്ള പണികളൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ എക്സ്ട്രാ ടൈമിൽ ഉണ്ടാവുക. പിന്നെ മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ എക്സ്ട്രാ വർക്കായിട്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ശരിക്കും പറഞ്ഞാൽ ഈ രാത്രിയിലുള്ള ഈ ഒരു ജോലി ചെയ്യൽ നല്ല സുഖമുള്ളൊരു പരിപാടിയായിട്ടാണ്. എനിക്കിഷ്ടമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നൈറ്റിലൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു വൈബാണ് കേട്ടോ. പിന്നെ ചില സ്കൂളുകളിൽ രാത്രിയിൽ എക്സ്ട്രാ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഞാൻ മുൻപ് വർക്ക് ചെയ്ത സ്കൂളിൽ രാത്രിയിലാണ് എക്സ്ട്രാ ക്ലാസ് വയ്ക്കാറ്. അപ്പോൾ കുട്ടികൾ വരും. അപ്പോൾ നല്ല രസമാണ് രാത്രിയിലൊക്കെ കുട്ടികളെ ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിട്ട് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നാട്ടിലാണെങ്കിൽ ഒരു 9 to 5 അല്ലെങ്കിൽ ആ ഒരു ടൈമിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസമാണല്ലോ പോകുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും നമ്മൾ സ്കൂളിൽ തന്നെയായിരിക്കും. ഏത് സമയത്ത്, കാരണം എല്ലാം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് സ്കൂളിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ഐലൻഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഞാൻ അറഞ്ചും പുറം ചെയ്ത് ഫ്ലവേഴ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പച്ചക്കളർ മാത്രമല്ല വേറെയും കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതെ, വൈറ്റ്. നിങ്ങൾ പറയൂ കേട്ടോ ഇതിലേതാ നല്ല രസമുണ്ടോ ഫ്ലവർ കാണാനെന്നുള്ളത്. നമ്മളുടെ സൃഷ്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അറഞ്ചോ പുറഞ്ചോ ഞങ്ങൾ ഉണ്ടാക്കിയ ഫ്ലവറാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വൈറ്റ് ഫ്ലവറാണ്. പിന്നെ ഈ